വെള്ളമണിയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടായിരുന്നു. പരിപാടി ഓൺലൈനായി താല്പര്യത്തിലേക്ക് വിമർശനത്തിന് ഞാൻ ഇതൊന്നും പറയുന്നില്ല. നമ്മളെല്ലാം നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഒരു വ്യവസ്ഥ. പക്ഷെ കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരുപാട് പ്രൊജക്ടുകൾ ഒരേ സമയത്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മിക്കവാറും എല്ലാ പ്രൊജക്ടുകളും നേരിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നലെ എനിക്ക് 10-12 ഉദ്ഘാടനം, ഒന്ന് ഇടുക്കിയിലാണെങ്കിൽ ഒന്ന് കൊല്ലത്താണ്, അല്ലെ ഒന്ന് ആലപ്പുഴയാണ്. അപ്പൊ ദൂര സ്ഥലങ്ങളിലുള്ള ചില പ്രൊജക്ട് ഉദ്ഘാടനങ്ങൾക്ക് ലൈവായി നമ്മൾ പിന്നെ നമ്മുടെ പ്രസംഗം തയ്യാറാക്കി കൊടുത്തായി. അപ്പൊ അദ്ദേഹം ധരിച്ചത് എനിക്ക് തോന്നുന്നത് എല്ലാ മന്ത്രിമാരും നേരിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം. പക്ഷെ ഇലക്ഷൻ ഇന്നോ നാളെ പ്രഖ്യാപിക്കുന്നു. അതിന് മുമ്പ് പൂർത്തീകരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ഗവൺമെന്റ് ഡിസിഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ മാത്രമല്ല, എല്ലാ മന്ത്രിമാരും ഇത് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ധാരണശൈലി വന്ന ഒരു വിമർശനമാണ്. വിമർശനം ശരിയാണ്, നമ്മളെപ്പോഴും നേരിട്ട് പോയി എല്ലാം ഉദ്ഘാടനം ചെയ്യണം, അതായത് ന്യായം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന്യായം നടക്കില്ല, അതാണ് സംഭവിച്ചത്. അദ്ദേഹം വളരെ സീത നേതാവ്, നമ്മളത് കാര്യമായിട്ട് നടക്കില്ല. മണിയാശാന് അത്ര ഒരു കാര്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ ഓൺലൈനിൽ വരുന്ന അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ? എനിക്കറിയില്ല, കാരണം ഞാൻ ഈ രാജയുടെ മണ്ഡലത്തിലാണ് ഈ പദ്ധതി, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലല്ല. രാജയുടെ മണ്ഡലത്തിലെ പദ്ധതിക്ക് അദ്ദേഹത്തെ കൂടി നമ്മൾ ക്ഷണിച്ചതാണ്. അപ്പൊ അദ്ദേഹം പോയി. അദ്ദേഹം പദ്ധതി കാര്യം ശരിയാ. ഇപ്പൊ നമ്മളോട് നേരത്തെ അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. പരമാവധി MLA-മാരോട് ഞാൻ പറയാറുണ്ട് നിങ്ങളെ ഉദ്ഘാടനം ചെയ്യാം. പക്ഷെ മന്ത്രി വരണമെന്ന് നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ ഈ ഓൺലൈനിൽ ഇത് ചെയ്യുന്നത്. അദ്ദേഹം സാധാരണ ചെയ്യാറില്ല. അവരോട് ഞാൻ വളരെ ചെയ്യാൻ പറയും. അപ്പൊ ഇതൊന്നും ആശാനോട് ചെന്നപ്പോഴായിരിക്കും അറിഞ്ഞത് മന്ത്രി വന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. മണിയാശാന്റെ വർത്താനം പഠിച്ചൊക്കെ ഒരു ആ ശൈലിയൊക്കെ ആകുമ്പോഴേ ആ ശൈലിയാണല്ലോ പുള്ളിയെ മണിയാശാനാക്കുന്നത്. പിന്നെ ആശാന പിന്നെ ആ ശൈലി പോയാൽ ആശാൻ പോയി. അത് നല്ല ശൈലിയാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ലതാണ്, എനിക്കും ഇഷ്ടമാണ്. എന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ആ ശൈലി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു. അത്രയുള്ള പ്രശ്നം. അതെല്ലാം പാർട്ടി കൃത്യമായി പറഞ്ഞു. ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും നമ്മൾ രണ്ട് വഴിയായിരിക്കും. അതായത് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് എപ്പോഴാണ് തിരിച്ചു വരാറ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.